വ്യാസൻജി, ഗുരുവായൂരിലെ വിഷു ആഘോഷങ്ങൾ അല്ലെങ്കിൽ വിഷുവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ. ഗുരുവായൂരപ്പന്റെ വിഷു എന്ന് പറയുന്നത് മറ്റ് ക്ഷേത്രങ്ങളിലേക്കാട്ടിലും ഒരു പൊടി മുകളിലാണ് എന്ന് ഞാൻ പറയും. കാരണം ഗുരുവായൂരപ്പന് ഇല്ലാത്തൊരു കണി നമുക്ക് സങ്കല്പിക്കാൻ തന്നെ പറ്റില്ല. കൃഷ്ണവിഗ്രഹം അവിടെ ഉണ്ട് എന്തൊക്കെ പറഞ്ഞാൽ. ഭഗവാൻ ചക്രവർത്തിയാണ് ഗുരുവായൂർ എന്നുള്ളൊരു സങ്കല്പമുണ്ട്. എല്ലാത്തിൻ്റെയും നാഥനായിട്ടുള്ള ഭഗവാനാണ്. ഭഗവാനെ കൊണ്ടേ ഇരുത്തുമ്പോൾ അത്രയും ആർഭാടത്തോടു കൂടി പ്രൗഢിയോട് കൂടിയാണ് ഇരുത്തുക. എന്നോട് ചോദിക്കും കുട്ടികൾ, ഏട്ടാ എന്താണ് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കേണ്ടത് വിഷു സമയത്ത്? കുട്ടി എനിക്ക് പറഞ്ഞൊരു മറുപടി ഉണ്ട്. അത് നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിന്റെ മുമ്പിൽ വരും ജന്മത്തിലെങ്കിലും ശൗര്യ ഒരു പൂവായി ജനിക്കാൻ കഴിഞ്ഞുവെങ്കിൽ എന്നാണ്. നമ്മളെപ്പോഴും ഫോട്ടോയിൽ കാണുന്ന ശിവേലി വിഗ്രഹം സ്വർണ്ണത്തിടമ്പ് അവിടെ എഴുന്നള്ളിച്ച് വെക്കും. അത് ആണ് ഭക്തർക്ക് കണി കാണാനുള്ള അവസരം ഉണ്ടാവുക. അപ്പൊ നമ്മൾ തൊഴുതു പോകുന്ന സമയത്ത് ഗുരുവായൂരപ്പന്റെ വലതുഭാഗത്ത് നിന്ന് ഇങ്ങനെ ചേർന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കത് വളരെ വിശദമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഏതാണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2:45 മുതൽ 3:30 വരെയാണ് ഗുരുവായൂർ പ്രാവശ്യത്തെ വിഷുക്കണി ദർശനം. എനിക്ക് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലീല ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ എല്ലായിടത്തും ആദ്യം തന്നെ പറയുന്നത് എനിക്ക് മഞ്ജുളയുടെ കഥയാണ് ഇഷ്ടമാണ്. മഞ്ജുള എന്ന് പറഞ്ഞൊരു കുട്ടി എല്ലാ ദിവസവും ഭഗവാന് മാല ചാർത്തുന്നു അല്ലേ. ഒരു ദിവസം മാത്രം ആ കുട്ടി വരുന്ന സമയത്ത് നട നേരത്തെ അടച്ചു എന്നോ അല്ലെങ്കിൽ ആ കുട്ടി വൈകി അതുകൊണ്ട് നട അടച്ചു. അപ്പോൾ മാല ചാർത്താൻ പറ്റിയില്ല. മഞ്ജുള കരഞ്ഞു എന്നാണ് പറയുക. എല്ലാ ആൾക്കാരും പൊതുവിൽ വ്യാഖ്യാനിക്കാറുള്ളത് ഇന്ന് ഗുരുവായൂരപ്പന് മാല ചാർത്താൻ പറ്റിയില്ലല്ലോ എന്ന് കരുതി മഞ്ജുള കരഞ്ഞു എന്നാണ്. ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളിൽ ഞാൻ പറയാനുള്ളത് അങ്ങനെ മഞ്ജുള കരഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഗുരുവായൂരിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ വിഷമമുള്ള ആൾക്കാരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ മഞ്ജുളയ്ക്ക് നോക്കുക. നമസ്കാരം, ബാക്ക് മീഡിയയിലേക്ക് സ്വാഗതം. നാളെ വിഷുവാണ്. നാളെ വിഷു എന്ന് പറയുമ്പോൾ മലയാളികൾ എപ്പോഴും ഗുരുവായൂരിനെ കുറിച്ചാണ് ഓർമ്മ വരിക. അപ്പോൾ ഗുരുവായൂരിലെ വിഷു വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട വ്യാസനാണ്. നമസ്തേ. വിഷു ദിനത്തിൽ രാവിലെ വ്യാസനുമായുള്ള വിശദമായ എപ്പിസോഡ് വിഷു വിശേഷങ്ങളുമായി വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഗുരുവായൂരിലെ വിഷു വിശേഷങ്ങൾ അറിയാൻ വേണ്ടി മാത്രമുള്ള ഒരു എപ്പിസോഡാണ്. വ്യാസൻജി, ഗുരുവായൂരിലെ വിഷു ആഘോഷങ്ങൾ അല്ലെങ്കിൽ വിഷുവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ അത് കഴിഞ്ഞ എപ്പിസോഡിൽ ഒന്ന് പറഞ്ഞു പോയി നമ്മൾ. എന്നാൽ അത് വിശാലമായി കേൾക്കാൻ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാവും. അതൊന്ന് പറയാമോ? ഗുരുവായൂരപ്പൻ്റെ വിഷു എന്ന് പറയുന്നത് ഇപ്പം എല്ലാ ക്ഷേത്രങ്ങളിലും വിഷു ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും കണി കാണുന്നത് കണ്ണനെ ആണെന്നല്ലോ. അങ്ങനെയല്ല, കണി കാണുന്ന നേരം കമല നേത്രൻ്റെ എന്നാണ് പറയുന്നത് ചെയ്യുക. അപ്പം ഗുരുവായൂരപ്പന് ഇല്ലാത്തൊരു കണി നമുക്ക് സങ്കല്പിക്കാൻ തന്നെ പറ്റില്ല. കൃഷ്ണവിഗ്രഹം അവിടെ ഉണ്ട് എന്തൊക്കെ പറഞ്ഞാൽ. അപ്പം അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള വിഷു ആഘോഷം നടക്കുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ ക്ഷേത്രം. ഗുരുവായൂരപ്പൻ്റെ വിഷു എന്ന് പറയുന്നത് മറ്റ് ക്ഷേത്രങ്ങളിലേക്കാട്ടിലും ഒരു പൊടി മുകളിലാണ് എന്ന് ഞാൻ പറയും. കാരണം അത്രയധികം ഭക്തചിന്തരൊക്കെ പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ചില ആളുകളൊക്കെ കണ്ണ് തുണി കൊണ്ട് മൂടി കെട്ടി അമ്പലത്തിൽ കിടന്നുറങ്ങാത്രേ. രാവിലെ എണീറ്റിട്ട് ഇതഴിച്ച് ഭഗവാനെ ആദ്യം കാണാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമല്ല, അകത്ത് കിടക്കാനൊക്കെ പെർമിഷനൊന്നുമില്ല, അതൊക്കെ വിലക്കിയിട്ടുണ്ട്. എന്നാലും എത്രയോ ആൾക്കാരാണ് ഗുരുവായൂർ വിഷു ദിവസം പോകുന്നത്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ വിഷു എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ ഭഗവാൻ ഒരു ഉണ്ണിയായിട്ടാണ് അവിടെ സങ്കല്പിക്കുന്നത്. എപ്പോഴും പലപ്പോഴും ഒരു ഉണ്ണി, ഒരു ഗുരുവായൂരപ്പൻ. ഭഗവാന്റെ പൂജയൊക്കെ വിഷ്ണുവിനാണെങ്കിൽ പോലും ഉണ്ണിയാണ് നമ്മളിപ്പോൾ. നമുക്കിപ്പോൾ ഉണ്ണികൃഷ്ണൻ ഗുരുവായൂരാണെന്നാണ് നമ്മൾ പറയുക. ഭഗവാന്റെ ഈ കണി ഒരുക്കങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ തലേന്ന് തന്നെ ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിക്കും. ഇപ്പോൾ ഭഗവാന്റെ മുഖമണ്ഡപത്തിന് മുമ്പായിട്ട് അവിടെ ഈ കണി ഒരുക്കുന്നൊക്കെ വൈകിട്ട് തന്നെ ചെയ്യുക. കിശാന്തിമാരാണ് ചെയ്യുക. മേൽശാന്തിയുടെ ശിഷ്യന്മാർ മേൽശാന്തി മുറിയിൽ പ്രത്യേകിച്ച് മേൽശാന്തിക്ക് കാണാനുള്ള കണി അവരും ഒരുക്കി വയ്ക്കും. ഗുരുവായൂർ അമ്പലത്തിൻ്റെ മേൽശാന്തി രാവിലെ 2 മണിക്ക് ഉറക്കെഴുന്നേൽക്കുന്നതാണ്. ഉറക്കെഴുന്നേറ്റ് അദ്ദേഹം കണി കാണും. അതായത് തലേ ദിവസം ഈ ശിഷ്യന്മാർ ഒരുക്കി വെച്ചിരിക്കുന്ന കണി അദ്ദേഹം കണ്ട് കുളിക്കാൻ പോകുന്നു. കുളിച്ച് തീർത്ഥത്തെ കുളിച്ച് ശീശാന്തിമാരോടൊപ്പം വന്ന് 2:30 മണിക്ക് നട തുറക്കും. 2:30ക്കാണ് ഗുരുവായൂർ അമ്പലത്തിൽ നട തുറക്കുന്നത്. കോയിമ്പ വിളിച്ച് പറയും, ഹരേ ഗുരുവായൂരപ്പ എന്ന് വിളിച്ച് പറയുമ്പോൾ നട തുറക്കുകയാണ് ചെയ്യുക. നട തുറന്നതിന് ശേഷം ഈ ഒരുക്കി വെച്ചിരിക്കുന്ന കണി അതിന് നാളികേരം വെട്ടി മുറിച്ച് അതിൽ തിരിയിട്ട് അത് കത്തിച്ച് ഭഗവാന്റെ കെടാവിളക്ക് നീട്ടി മൂലവിഗ്രഹത്തിനെ ഈ കണിക്കോപ്പ് കാണിക്കുകയാണ് ചെയ്യുക. ഈ ഊട്ടുരുളിയിൽ വിശദമായിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഗ്രന്ഥം, അലക്കിയ വസ്ത്രം, കൊന്ന, ചക്ക, മാങ്ങ, പാൽക്കണ്ണാടി ഒക്കെ വളരെ വിശദമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിലുണ്ടാവും. സ്വർണം, പഴവർഗ്ഗങ്ങൾ, അങ്ങനെ കുറച്ചുകൂടെ പാരമ്പര്യ രീതിയിലാണ് ഗുരുവായൂർ ഉണ്ടാവുക. അങ്ങനെ നമ്മൾ പൊതുവെ വീട്ടിൽ വെക്കുന്ന അത്ര ആർഭാടമില്ല, പരമ്പരാഗത രീതിയിലാണ് ഗുരുവായൂർ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ആ ചിട്ട പണ്ട് മുതൽ എങ്ങനെയാണോ വരുന്നത് അതിപ്പോഴും അതുപോലെ തന്നെയാണ് പോകുന്നത്. അപ്പം ഭഗവാന്റെ കെടാവിളക്കിൻ്റെ തിരി നീട്ടി ഭഗവാനെ ആദ്യം ഈ കണി കാണിച്ചിട്ടാണ് അകത്തേക്ക് കയറി പോകുന്നത്. അകത്ത് കയറി പോയ ശേഷം മേൽശാന്തി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ ആദ്യം ഒരു കൈനീട്ടം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക.
ഇതിനുശേഷം പിന്നീടാണ് വിശദമായിട്ട് ഭക്തരെ കണി കാണിക്കണം. അതിനുവേണ്ടി തലേന്ന് മുഖമണ്ഡപത്തിൽ തന്നെ ഭഗവാന്റെ സ്വർണ്ണത്തിടം എഴുന്നേറ്റ് വെക്കാൻ പ്രത്യേക ഒരു മണ്ഡപം പോലെ ഒരുക്കിണ്ടാവും. ഭഗവാന്റെ വിഗ്രഹത്തിന്റെ വലതുഭാഗത്താണ് അതുണ്ടാവുക. അപ്പോൾ ആ ഭാഗത്ത് ഒരു പീഠം അല്ല, അത് സ്വർണത്തിന്റെ സിംഹാസനമാണ്. ആ സ്വർണ്ണ സിംഹാസനം വെച്ച് അതിൻ്റെ മുകളിൽ നെറ്റിപ്പട്ടം വിരിക്കും. രണ്ട് ഭാഗത്തും ആലവട്ടവും വെഞ്ചാവരവും തൂക്കും. കാരണം ഭഗവാൻ ചക്രവർത്തിയാണ് ഗുരുവായൂർ എന്നുള്ളൊരു സങ്കല്പമുണ്ട്. എല്ലാത്തിൻ്റെയും നാഥനായിട്ടുള്ള ഭഗവാനാണല്ലോ. ഭഗവാനെ കൊണ്ടേ ഇരുത്തുമ്പോൾ അത്ര ആർഭാടത്തോടു കൂടി പ്രൗഢിയോട് കൂടിയാണ് ഇരുത്താൻ. അപ്പോൾ സ്വർണത്തിൻ്റെ സിംഹാസനം വെച്ച് അതിൽ നെറ്റിപ്പട്ടം വിരിച്ച് രണ്ട് ഭാഗത്തും ആലവട്ടം വെഞ്ചാവരം വെച്ച് ഗുരുവായൂരപ്പൻ്റെ ശീവേലി തടമ്പ് ഈ സിംഹാസനത്തിന് മുകളിൽ വെക്കും. അവിടെ പ്രത്യേക ആഴ്ച കണിക്കോപ്പുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാണിച്ചു കൊടുത്ത കോപ്പുണ്ടല്ലോ, അതെൻ്റെ കൂടെ വെച്ച് ഭഗവാനെ വിശദമായിട്ട് വീണ്ടും ഈ സ്വർണ്ണ വിഗ്രഹം കൂടെ കണി കാണുന്നു എന്നുള്ള സങ്കല്പത്തിലും ആളുകൾക്ക് കണി കാണാൻ വേണ്ടിയിട്ടും അതാണ് ഭഗവാന്റെ ശിവേലി വിഗ്രഹം തന്നെയാണ്. ഉറപ്പായിട്ടും ഭഗവാന്റെ നമ്മളെപ്പോഴും ഫോട്ടോയിൽ കാണുന്ന ശിവേലി വിഗ്രഹം സ്വർണ്ണത്തിടമ്പ് അവിടെ എഴുന്നള്ളിച്ച് വെക്കും. അത് ആണ് ഭക്തർക്ക് കണി കാണാനുള്ള അവസരം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ തൊഴുതു പോകുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ്റെ വലതുഭാഗത്ത് നിന്ന് ഇങ്ങനെ ചേർന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കത് വളരെ വിശദമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഏതാണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2:45 മുതൽ 3:30 വരെയാണ് ഗുരുവായൂർ പ്രാവശ്യത്തെ വിഷുക്കണി ദർശനം. അത്രേ ഉള്ളൂ. പിന്നെ കുറച്ചുകൂടെ ഭക്തർക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നമസ്കാരം മണ്ഡപമുണ്ടല്ലോ, നമ്മളിപ്പോൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ തിരിയുന്ന ആ ഭാഗം, അവിടെയും വിഷുക്കണി ഉണ്ടാവും നമ്മുടെ നടുവിൽ വെച്ചത്. അപ്പോൾ കൊടിമരത്തിന്റെ അവിടെ നോക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയും കാണാം, അടുത്തൂടെ പോകുന്ന ആളുകൾക്ക് ഉള്ളിലെ വിഷുക്കണി കാണാൻ പറ്റും. അപ്പോൾ രണ്ട് രീതിയിലും കാണാൻ പറ്റും. അതിനുശേഷം കഴിയുന്നില്ല, ഗുരുവായൂർ വിഷു ആഘോഷം, വിഷു വിളക്ക് ഉണ്ട് ഗുരുവായൂർ. അപ്പോൾ രാവിലത്തെ ശിവേലി മേളത്തോട് കൂടിയിട്ടുള്ള വിശേഷപ്പെട്ട ശിവേലിയാണ്. അന്നത്തെ ദിവസത്തെ പ്രസാദൂട്ടിന് കുറച്ചുകൂടെ പ്രത്യേകത വിഭവങ്ങൾ കൂടുതലുണ്ടാവും എന്ന് പറയാറുണ്ട്. രാത്രി പഞ്ചവാദ്യത്തോടു കൂടിയിട്ടുള്ള വിളക്കാണ്. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു ആഘോഷമായിട്ടാണ് ഗുരുവായൂർ അന്ന് നടക്കുന്നത്. പോരാത്തതിന് ഈ 2:45 ശേഷം 3:30 വരെയുള്ള സമയത്ത് അകത്ത് തൊഴുതു വരുന്ന ഭക്തരിൽ എത്ര ആൾക്ക് സാധിക്കുന്നു അത്ര ആളുകൾക്ക് മേൽശാന്തി നേരിട്ട് അവിടെ നിന്ന് കൈനീട്ടം കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഗുരുവായൂരപ്പൻ്റെ ഒരു വിഷു നടക്കുന്നത്. വളരെ ഗംഭീരമാണ് വിഷു. എത്രയോ ആളുകൾ ഇപ്പോഴേ ബുക്ക് ചെയ്ത് ഇരിക്കുന്നുണ്ട്. അന്നത്തെ ദിവസം VIP ദർശനങ്ങളൊന്നും ഇല്ലാന്ന് ഇപ്പം തന്നെ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അത് ഏറ്റവും വലിയ കാര്യം. സാധാരണ രീതിയിൽ ദർശനം മാത്രമേ ഉള്ളൂ. ഒരു തരത്തിലുള്ള സ്പെഷ്യൽ റെക്കമെൻഡേഷൻസ് അനുവദിക്കില്ല. 2:45 മുതൽ 3:30 സമയം. ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് പോകാൻ പറ്റുമോ? ഇല്ല, നമുക്ക് പിന്നെ ചെയ്യാൻ സാധിക്കുന്നത് ഓൺലൈൻ ബുക്കിംഗ് എന്നൊരു ഓപ്ഷൻ ഇല്ല. ഒന്നെങ്കിൽ വരി നിന്ന് കാണാം, അല്ലെങ്കിൽ പിന്നെ വിഷുക്കണി കാണാൻ നെയ്വിളക്ക് അനുവദിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ടേ മിക്കവാറും സാധിക്കുന്നുണ്ടാവുള്ളൂ. വിഷുക്കണി സാധാരണ ക്യൂ സമ്പ്രദായത്തിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. നെയ്വിളക്ക് ഗുരുവായൂരായിട്ട് അന്വേഷിച്ചാലാണ് പറയാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ പെട്ടെന്ന് ഗുരുവായൂരപ്പനെ തൊഴണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം നെയ്വിളക്കിൻ്റെ ടിക്കറ്റ് ഒരാൾക്ക് 1000 രൂപ എന്നുള്ള രീതിയിൽ കിട്ടും. അത് പല ആളുകളൊക്കെ അതിനെങ്കിലും വളരെ നിശിതമായിട്ട് വിമർശിക്കുമായിരിക്കും, ഇങ്ങനെയൊക്കെയാണോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടും. ഞാൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ചില ആളുകൾക്ക് ചെറിയ തിരക്കുകൾ, ഒരു ഫ്ലൈറ്റുള്ള ആളോ അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് വന്ന് പോകേണ്ട ആൾക്കൊന്ന് ഗുരുവായൂരപ്പനെ കാണാൻ തോന്നിയാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ 6 മണിക്കൂർ ക്യൂ നിൽക്കാൻ പറ്റില്ലല്ലോ. അവരവരുടെ രീതിക്ക് പോകട്ടെ, നമ്മളിങ്ങനെ പോകട്ടെ. എങ്ങനെയാണെങ്കിലും ഭക്തിയോടുകൂടി ഭഗവാനെ കാണുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ 1000 രൂപ കൊടുത്തു, ഞാൻ ആദ്യം കയറി പോകുന്നു എന്നുള്ള മനസ്സിൽ ചിന്ത അല്ല, അത് പലർക്കും ഉണ്ടാവും. എന്താണെന്നറിയോ, അത് എനിക്കുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പളനിയിൽ പോയപ്പോൾ, ഈ അടുത്ത സമയത്ത് പളനിയിൽ പോയപ്പോൾ ഞാൻ അവിടുത്തെ ഏറ്റവും കൂടിയ ടിക്കറ്റ് എടുത്തത് എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, എൻ്റെ കൂടെ വന്നുള്ള ടിക്കറ്റ് എടുത്തത്. അപ്പം ഞാൻ പോയപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ക്യൂ നിൽക്കുക. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ സാധനമാണ്, ഇവരൊക്കെ ഇനി ഇത് എപ്പോഴത്തോടെയാണ് ഞാൻ ദേ തൊഴുതിട്ട് ഇറങ്ങാൻ പോകുന്നു. പക്ഷേ വേറെ അപ്പം തന്നെ എൻ്റെ മനസ്സിൽ തോന്നി, എടാ നിൻ്റെ ചിന്ത ശരിയല്ല, ഞാൻ ഭഗവാനെ മാപ്പ് തരണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കയറിയത്. പക്ഷേ എനിക്ക് നന്നായി തൊഴാൻ പറ്റി എന്നുള്ളതാണ്. അല്ല, അങ്ങനത്തെ അഹന്തകൾ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വരുന്ന ചിന്തകളൊക്കെ അപ്പം തന്നെ മാറും എന്നാണല്ലോ. ഞാൻ പണ്ട് ഈ ഒരു സന്ദർഭമായിട്ട് പറയും, ഗുരുവായൂർ ഇതേപോലെ പെട്ടെന്ന് തൊഴുതിറങ്ങാം. നമ്മൾ ഈ പറഞ്ഞില്ലേ, നമ്മുടെ പ്ലാൻ ഒന്നും വർക്കൗട്ട് ആവാത്തൊരു സ്ഥലമാണ് ഗുരുവായൂർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഇന്നിപ്പോൾ വലിയ തിരക്കൊന്നുമില്ലല്ലോ, പെട്ടെന്ന് തൊഴുതിറങ്ങാമെന്ന് വിചാരിച്ചാൽ നമ്മൾ നിൽക്കുമ്പോൾ വലിയ ചെറിയ ക്യൂ ആയിരിക്കും. ചിലപ്പോൾ അപ്പോഴായിരിക്കും അവിടെ അനൗൺസ് ചെയ്യുന്ന ഉദയാസ്തമയം പോയി നടക്കുന്നത് കാരണം ദർശനത്തിന് നിയന്ത്രണങ്ങളുണ്ടാകും. ചിലപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും, അപ്പോഴായിരിക്കും കണ്ടിന്യൂസ് ക്യൂ 3 ലൈനൊക്കെ ചിലപ്പോൾ ഒരുമിച്ച് വന്നവർ തുറന്നു വിടും. അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് എങ്ങനെയാണെങ്കിലും ഈ പറയുന്ന പോലെ ഭഗവാനെ കാണാൻ കാത്തിരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സമാധാന സുഖം അനുഭവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വ്യാസം പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് തൊഴുത് അടുത്ത പരിപാടിക്ക് പോകണം എന്നുള്ള ചിന്തയിലാണ് നമ്മൾ എല്ലാവരും അത് ചെയ്യണം. ഞാനിപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ 1-ാം തീയതി, മലയാള മാസം 1-ാം തീയതി ശബരിമലയിൽ പോയി. അപ്പോൾ ഓഫീസിൽ എല്ലാവരും കൂടിയാണ് പോയി. അപ്പോൾ തിരിച്ചെത്തിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ജോലികൾ തീർക്കണമല്ലോ. അപ്പോൾ നടന്ന് മുകളിലെത്തി. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല ക്യൂ, ഇരുമുടി കെട്ടില്ലല്ലോ, മാസം തൊഴിലല്ലേ, പുതിയ ക്യൂ സംവിധാനമാണ്. അതിനകത്ത് അതിൻ്റെതായ അറേഞ്ച്മെൻറ്റ്സ് പ്രശ്നങ്ങളുണ്ട്, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ പതുക്കെ സാധാരണഗതിയിൽ മീഡിയ പാസ് ഉള്ളവർക്ക് ഒരു
ഒരു എൻട്രി ഉണ്ട്, നമ്മുടെ കയ്യിൽ പ്രസ് മീഡിയ പാസ് ഉണ്ട്. അവിടെ ചെല്ലാന്ന് ചോദിച്ചപ്പോൾ അവിടെ ആരെയും കയറ്റുന്നില്ല, ഒരാളെ കയറ്റുന്നില്ല. അപ്പോൾ പതുക്കെ ഞാൻ നോക്കുമ്പോൾ ID കാർഡ് എടുത്തിട്ടില്ല, അത് വണ്ടിയിൽ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഒരു കൂട്ടുകാരനെ വിളിച്ചു. അവിടെ സ്ഥിരമായി വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോണ ഒരു മാധ്യമപ്രവർത്തനം വിളിച്ചിട്ട് ഇതുപോലെ പ്രശ്നമുണ്ട്, ഒന്ന് കയറി തൊഴണം. എന്നോട് പറഞ്ഞു നീ ബാക്കിലേക്ക് പോകും, അവിടെ ഒരു വാതിലുണ്ടാവും, ഉദ്യോഗസ്ഥർക്ക് കയറുന്ന അവിടെ ചെന്ന് നിൽക്കുന്ന പോലീസുകാർക്ക് ഫോണൊന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്ന് ഫോൺ കൊടുത്തു. ആ നിമിഷം ഗേറ്റ് വന്നു. എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഗേറ്റ് തുറന്നു, ഞങ്ങൾ മുകളിലെത്തി കഴിഞ്ഞപ്പോൾ സന്നിധാനത്ത് ശ്രീകോവിലിൻ്റെ ബാക്കിലേക്കാണ് ചെന്ന് കയറുന്നത്. ഫ്രണ്ട് ചെന്നാലേ തൊഴാൻ പറ്റും. അവിടെ ചെന്നൊരു സെക്യൂരിറ്റിയോട് പറഞ്ഞു ചേട്ടാ ഇന്ന പോലെയാണ് കാര്യങ്ങൾ. പുള്ളി കുറച്ച് വിഷയമായിട്ടൊക്കെ നോക്കിയിട്ട് തുറന്നു തന്നു. അത് കയറിയപ്പോഴാണ് വീണ്ടും ഒരു ഗേറ്റ്, അവിടെ ഒരു സെക്യൂരിറ്റി. പുള്ളി പറയാ ഒരു കാരണവശാലും കേട്ടിട്ടില്ല. ഞാൻ നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരും നമ്മുടെ മലയാളത്തിലെ ഒരു മുൻനിര 2 മാധ്യമങ്ങൾ 2 പ്രവർത്തകരും വന്നിട്ട് ആ സെക്യൂരിറ്റിയുടെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അപ്പോഴാണ് നമ്മളോട് ചെന്ന് ഈ ഓൺലൈൻ മാധ്യമമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വിടില്ലല്ലോ. മാത്രമല്ല ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഞാൻ എങ്ങനെയും പിന്നെ കയറിപ്പോവും. ഞങ്ങൾ 5-6 പേരുണ്ട്. അവർ പെട്ടെന്ന് തന്ത്രി വരുന്നു, പ്രദക്ഷിണത്തിന് വരുന്നു, ഞങ്ങളെ ഈ നെയ്ത്തേങ്ങ ഉടയ്ക്കുന്ന ഭാഗത്തേക്ക് കയറ്റി നിർത്തി. കുറേ നേരം അവിടെ നിന്നു. എന്തോ ഭാഗ്യം പോലെ അവിടുത്തെ ഏതോ ഒരു ബോർഡ് മെമ്പർ ആരുടെ ഒരു കുടുംബം വന്നപ്പോൾ ആരോ കൈ കാണിച്ചു, ഈ സെക്യൂരിറ്റി തുറന്നു. ഞാനവിടെ ചെന്നപ്പോൾ പുള്ളി വീണ്ടും പറഞ്ഞു, ഞാൻ ചേട്ടാ അവർക്ക് ആവാമെങ്കിൽ നമുക്കും പോവാം, ബുദ്ധിമുട്ടൊന്നും പറയരുത്, ഞങ്ങൾ പോവും. കാരണം പെട്ടുപോയി, ഇനി തിരിച്ചിറങ്ങാനും വയ്യ കയറാനും വയ്യ. അങ്ങനെ അദ്ദേഹം തുറന്നു തന്നു, നേരെ മുന്നിലേക്ക് വന്നു. ഞങ്ങൾ 4 പേരകത്ത് കയറി, 2 പേരെ ദൈവം വിടില്ല. അദ്ദേഹം ഒരുമാതിരി വാശി പോലെ. അപ്പൊ എന്റെ ഭാഗ്യത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് ഏട്ടൻ മുന്നിൽ കൂടെ നടന്നു പോകുന്നു. ഞാൻ പ്രശാന്ത് ഏട്ടാന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇതുപോലെ ചാനൽ വെക്കുന്നു, ഞങ്ങൾ 2 പേരും. പുള്ളി കൈ കാണിച്ചു, അവരെ വിടാൻ പറഞ്ഞു, വിട്ടു. മനോഹരമായിട്ട് പോകാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ ചില സമയത്ത് വേണ്ടിവരും. ഏത് മനുഷ്യനായാലും ഇനി എത്ര സ്വാത്വികനാണെന്ന് പറഞ്ഞാലും ഞാൻ ഈ പളനി പോയ പോലെ ഒരു ചിന്താഗതി മനസ്സിലുണ്ടാവും. ഇപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ പൊതുവിൽ പറയാറുള്ളത്, 1000 രൂപ എടുത്തിട്ട് ഭഗവാനെ കാണാൻ പോകുന്ന ഒരു ഭക്തനെയും 6 മണിക്കൂർ ക്യൂ നിന്ന ഭക്തനെയും ഭഗവാൻ ഒരുപോലെ തന്നെ കാണുള്ളൂ. എപ്പോൾ മാത്രം അയാളുടെ മനസ്സിൽ 2 പേരോടും മനസ്സിൽ ഭഗവാനുള്ള ഭക്തി ഉണ്ടാവാൻ പാടില്ല. 1000 രൂപ എടുത്തവന് കണ്ടോ എനിക്ക് 1000 രൂപ ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഭഗവാനെ കാണാൻ പറ്റി എന്നുള്ള ചിന്ത ഉണ്ടാവാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. സാഹചര്യം കൊണ്ട് ചിലപ്പോൾ അത് ചെയ്യേണ്ടി വരുമല്ലോ ആർക്കായാലും. അതിനാണല്ലോ ഗുരുവായൂർ ദിവസം. ഞാൻ ഒരിക്കലും ആ സിസ്റ്റത്തിനെ കുറ്റം പറയാറില്ല. കാരണം ഇപ്പോൾ വളരെ എനിക്ക് തന്നെ അറിയാം, വളരെ തിരക്ക് പിടിച്ച് പോകുന്ന ആൾക്കാർ, അവർക്ക് ഗുരുവായൂരപ്പനോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ഒന്ന് കയറി തൊഴണം തോന്നുന്നത്. അവർക്ക് ചിലപ്പോൾ 6 മണിക്കൂർ 5 മണിക്കൂർ ക്യൂ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ അവർ ചിലപ്പോൾ 1000 രൂപ എടുത്ത് പോകും. നമുക്ക് ഞാനൊക്കെ ഗുരുവായൂരിൽ കമന്റ് വരുമല്ലോ, ഞാൻ കയറി ഞാൻ ഗുരുവായൂരിൽ ഒരുപാട് തവണ ഒരുപാട് തവണ ഞാൻ അകത്ത് കയറി തൊഴുതിട്ടുള്ളത് 2-3 തവണ മാത്രമാണ്. പണ്ട് അടക്കം. ഇപ്പോഴായാലും ഞാൻ വലിയ തിരക്കുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഞാൻ പുറത്ത് കൊടിമരത്തിനുള്ളിൽ തൊഴും. കാരണം വേറെ ആളുടെ അവസരം ഞാൻ കാരണം അവിടെ പോയി പണം കൊടുത്ത് പോകരുത്, പുറത്തത്. കാരണം ഉള്ളില് ഭഗവാനുണ്ട്, നമുക്കറിയാം. മാത്രമല്ല നോക്കൂ, ഇപ്പൊ March 8-ാം തീയതി ഗുരുവായൂർ വലിയൊരു സംഭവം നടന്നു. അതായത് ഡേറ്റ് ആണെന്ന് എനിക്ക് ഓർമ്മ, ഡേറ്റ് ഏകദേശം കറക്റ്റ് ആയിരിക്കും. ഗരുഡന്റെ വലിയൊരു പ്രതിമ ഗുരുവായൂർ മഞ്ജുളാലിലാണ് സ്ഥാപിക്കുന്നത് അല്ലെ. ഒരു വെങ്കലത്തിന്റെ പ്രതിമ വെച്ചു. എത്ര ഗരുഡന്റെ പ്രതിമ അവിടെ വെക്കുന്നു, മനോഹരമായിട്ടുള്ള ഒരു ഒരു മെമ്മറി അവിടെ ഉണ്ട്. ആ മെമ്മറി ഗരുഡന്റെ മാത്രമല്ല, അത് മഞ്ജുളയുടെ മെമ്മറിയാണ് അല്ലെ. മഞ്ജുളയുടെ കഥ ഞാൻ ഇപ്പോൾ എനിക്ക് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലീല ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ എല്ലായിടത്തും ആദ്യം തന്നെ പറയുന്നത് എനിക്ക് മഞ്ജുളയുടെ കഥയാണ് ഇഷ്ടം എന്നാണ്. കാരണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഇപ്പം നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ ഇപ്പോഴും ഉണ്ട്, കുറവില്ല, ഗുരുവായൂരിന് തിരിച്ചു വരുമ്പോൾ നമുക്കൊക്കെ വിഷമമാണ്. അതായത് ഗുരുവായൂരിൽ നിന്ന് പോരുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു വിഷമം തോന്നാറുണ്ട്. കാരണം ഇനി എന്ന് ഭഗവാനെ കാണും എന്നുള്ള ചിന്തയാണ് അല്ലേ. ഇപ്പം നമുക്ക് പണ്ടാണെങ്കിൽ ഈ മഞ്ജുളാലിൻ്റെ ഇടതുഭാഗത്തായിട്ടാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരുന്നത് ഗുരുവായൂർ. അവിടെ പോയിട്ടാണ് നമ്മൾ ബസ് കയറി പോവുക. മഞ്ജുളാലിൻ്റെ അവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എവിടെ ആ ഗോപുരം കാണുന്ന സമയത്ത് നമുക്കൊരു വിഷമം, ഇനി എന്ന് കാണാൻ, ഇന്നിപ്പോൾ നമുക്ക് എപ്പോൾ ആണെങ്കിലും പറ്റും എന്നുള്ള രീതിയിലേക്ക് പല ആളുകളുടെ അവസ്ഥയുണ്ട്. പക്ഷേ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വർഷത്തിലൊരിക്കൽ ഗുരുവായൂർ വന്ന് പോകുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അവർക്ക് ഇനി 1 വർഷത്തെ കാത്തിരിപ്പൊക്കെയാണ് ഭഗവാനെ കാണാൻ. അപ്പോൾ എന്തുകൊണ്ട് ഈ വിഷമം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ തമാശയ്ക്ക് പറയുന്നതാണ്, ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യം, ഈ ഉണ്ണിയെ, ഗുരുവായൂരപ്പനായിട്ടുള്ള ഉണ്ണിയെ നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ നമ്മൾ എടുക്കും. എന്നിട്ട് നമ്മൾ ഒക്കത്ത് വെച്ച് നമ്മൾ അത് കൂടെയൊക്കെ കൊണ്ട് നടക്കും. അതിന് പാൽപ്പായസം കൊടുക്കും, വെണ്ണ കൊടുക്കും, പഴം കൊടുക്കും, ഒക്കെ കൊടുക്കും, കളഭമൊക്കെ ചാർത്തി കൊടുക്കും, ഗംഭീരാക്കും. തിരിച്ചു വരാൻ നേരത്ത് നമ്മൾ ഭഗവാനെ വീണ്ടും അവിടെ തന്നെ ഇറക്കി വെക്കും, തിരിച്ചു പോരും. അപ്പോഴാണ് നമുക്ക് എന്ത് തോന്നുന്നത്, അയ്യോ ആ കുട്ടി ഇത്രയും നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പം എൻ്റെ കൂടെ ഇല്ല, ഇനി എന്ന് കാണും. അപ്പോൾ നമുക്ക് സാധിക്കേണ്ടത് എന്താണ്, ഗുരുവായൂരിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും ഭഗവാനെ ഒപ്പം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം എന്നാണ്. ഇത് ഭഗവാന്റെ ഭക്തർ മനസ്സിലാക്കണമെന്ന് ഭഗവാൻ തീരുമാനിച്ചത് കൊണ്ട് കാണിച്ച ലീലയാണ് മഞ്ജുള എന്നാണ് ഞാൻ പറയാറുള്ളത്. കാരണം മഞ്ജുള എന്ന് പറഞ്ഞൊരു കുട്ടി എല്ലാ ദിവസവും ഭഗവാന് മാല ചാർത്തുന്നു അല്ലേ. ഒരു ദിവസം മാത്രം ആ കുട്ടി വരുന്ന സമയത്ത് നട നേരത്തെ അടച്ചു, അല്ലെങ്കിൽ ആ കുട്ടി വൈകി, അതുകൊണ്ട് നട അടച്ചു. അപ്പോൾ മാല ചാർത്താൻ പറ്റിയില്ല.
മഞ്ജുള കരഞ്ഞു എന്നാണ് പറയുക. എല്ലാ ആൾക്കാരും പൊതുവിൽ വ്യാഖ്യാനിക്കാറുള്ളത് ഇന്ന് ഗുരുവായൂരപ്പന് മാല ചാർത്താൻ പറ്റിയില്ലല്ലോ എന്ന് കരുതി മഞ്ജുള കരഞ്ഞു എന്നാണ്. ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളിൽ ഞാൻ പറയാനുള്ളത് അങ്ങനെ മഞ്ജുള കരഞ്ഞിട്ടില്ല, അങ്ങനെ മഞ്ജുള കരയില്ല, അങ്ങനെ കരയുന്ന ആളല്ല മഞ്ജുള. മഞ്ജുള കരഞ്ഞത് ഇന്ന് എൻ്റെ ഗുരുവായൂരപ്പന് എൻ്റെ മാല കിട്ടാഞ്ഞിട്ട് വിഷമമായിട്ടുണ്ടാവുമല്ലോ. അതായത് തൻ്റെ വിഷമത്തിനല്ല പ്രാധാന്യം കൊടുത്തത്, ഭഗവാന്റെ വിഷമത്തിനാണ്. അപ്പോഴാണ് അത് പവിത്രമായിട്ടുള്ള വിഷമമുള്ളൂ. നമ്മുടെ എന്ന് പറയുമ്പോൾ അവിടെ സ്വാർത്ഥത വന്നു അല്ലേ. ഗുരുവായൂരപ്പൻ ഇന്ന് എൻ്റെ മാല പ്രതീക്ഷിച്ചിരുന്നു, ഇന്ന് എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് മഞ്ജുളയ്ക്ക് വിഷമം വന്നു എന്നാണ്. അങ്ങനെ മഞ്ജുള കരഞ്ഞ സമയത്താണ് പൂന്താനത്തെ പോലൊരു മഹാത്മാവ് ഒരാൾ വന്നു എന്നാണ് പറയുന്നത്. മോള് വിഷമിക്കൊന്നും വേണ്ട, ഈ ആൽത്തറയിൽ ചാർത്തിക്കോളൂ, ഭഗവാൻ സ്വീകരിക്കും എന്ന് പറയുന്നു. ആ ആൽത്തറയിൽ കൊണ്ടുപോയി ഭക്തിയോടുകൂടി മാല ഇടുന്നു. പിറ്റേന്ന് നിർമ്മാല്യത്തിന് നട തുറക്കുമ്പോൾ ഭഗവാന്റെ ചതുർബാഹു രൂപത്തിൽ ആ മാല ഉണ്ട് എന്നാണ്. ഇത് എടുക്കുമ്പോഴും വീണ്ടും വീണ്ടും ആ മാല വീണ്ടും പോയി വീഴുന്നു എന്നാണ്. അപ്പോൾ മഞ്ജുള വന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോഴാണ് അത്ര ഭഗവാൻ ആ മാല തിരിച്ചു കൊടുക്കുന്നത് പിന്നീട്. അപ്പോൾ ഭഗവാൻ ഈ പറയുന്ന എന്നെ പിരിഞ്ഞു പോകുന്ന ഭക്തർ മനസ്സിലാക്കണം, ഞാൻ ഇവിടെ മാത്രമല്ല ഉള്ളത്, നിങ്ങൾ എവിടെ എന്നെ സങ്കല്പിച്ചാലും അവിടെ ഞാനുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു മെമ്മറിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ മഞ്ജുള. ഞാൻ പറയുമ്പോൾ ഗുരുവായൂർ ശ്രീകോവിലിന്റെ അതേ പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിട്ട് ഞാൻ കണക്കാക്കുന്ന ഒരു സ്ഥലമാണ് മഞ്ജുള. കാരണം ഇവിടെ അർപ്പിച്ച ഒരു സാധനം ഭഗവാൻ അവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെയും ഭഗവാനുണ്ട്, നമ്മൾ അവിടെ നിർത്തരുത്. അവിടെ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലായിടത്തും ഭഗവാനുണ്ട്. ഭഗവാന്റെ സർവ്വവ്യാപിത്വം ഭഗവാൻ കാണിച്ച കഥയാണ് യഥാർത്ഥത്തിൽ മഞ്ജുള. അപ്പോൾ നമ്മൾ ഗുരുവായൂരിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ വിഷമമുള്ള ആൾക്കാരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ മഞ്ജുളയിലേക്ക് നോക്കുക. മഞ്ജുളയിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു സാധനം കിട്ടപ്പോൾ ഭഗവാൻ അവിടെ കിട്ടിയിട്ടുണ്ട്. മഞ്ജുളയിൽ കാണുന്ന സമയത്ത് എന്ത് വിഷമം പോകണം, ഗുരുവായൂരിൽ നിന്ന് പോരുമ്പോഴുള്ള വിഷമം പോരണം. കാരണം ഭഗവാൻ എല്ലായിടത്തും ഉണ്ടെന്ന് ഭഗവാൻ ഈ മെമ്മറി വെച്ചിട്ട് എന്നെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കണേ, ഹാപ്പി ആയിട്ട് തിരിച്ചു പോവുക. കാരണം എപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അത് ഓർമ്മിപ്പിക്കാൻ ഇപ്പോൾ ഈ വിഷുക്കാലത്ത് ഭഗവാൻ ഒരു അവസരം ഉണ്ടാക്കിയ ബാക്കിൽ നിന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും എല്ലായിടവും ഉള്ള ഭഗവാനെ ആളുകൾ മനസ്സിൽ കൊണ്ട് കിടക്കട്ടെ, ഭഗവാൻ പറഞ്ഞ ധർമ്മത്തിന് വേണ്ടി ജീവിക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ്. അതെ, നമുക്കും ഞാനിപ്പോൾ പലയിടത്തും ചോദിക്കാറുണ്ട്, എന്നോട് ചോദിക്കും കുട്ടികൾ, ഏട്ടാ എന്താണ് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കേണ്ടത് വിഷു സമയത്ത് അല്ലേ. നമുക്ക് പൊതുവിൽ എല്ലാവരുടെയും കൃഷ്ണ അത് തരണേ, കൃഷ്ണ ഇത് തരണേ എന്നൊക്കെ ചോദിക്കുന്നത്. ഒരു കുട്ടി എനിക്ക് പറഞ്ഞൊരു മറുപടി ഉണ്ട്. അത് ഗിരീഷേട്ടൻ എഴുതിയാണ്, നന്ദനത്തിൽ പാട്ട് എഴുതിയ ഗിരീഷേട്ടനാണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, ഏട്ടാ ഞാൻ ഇതാണ് പ്രാർത്ഥിക്കാറുള്ളത്, നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിന്റെ മുമ്പിൽ വരും ജന്മത്തിലെങ്കിലും ശൗരെ ഒരു പൂവായി ജനിക്കാൻ കഴിഞ്ഞുവെങ്കിൽ എന്നാണ്, നിന്റെ കാലടി പുണരാൻ കഴിഞ്ഞുവെങ്കിൽ എന്നാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കൃഷ്ണ അടുത്തൊരു ജന്മത്തിൽ അവിടുത്തെ കാലിൻ്റെ അടിയിൽ ചതഞ്ഞറിഞ്ഞു പോകുന്നൊരു പൂവായിട്ടെങ്കിലും ജനിക്കാൻ എനിക്ക് സാധിക്കണമെന്ന്. അത് അത്രയും മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥനാ ലൈനിൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ഇല്ലേ, ബാലാമണി ഇങ്ങനെ നെഞ്ചുപൊട്ടി പാടുന്ന പാട്ടാണ് പറഞ്ഞ ചുണ്ടിൽ, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിന്റെ കൊമ്പിൽ ഒരു പൂവായിട്ടെങ്കിലും ജനിക്കാൻ എനിക്ക് സാധിക്കണേ ഗുരുവായൂരപ്പ എന്നുള്ളതാണ്. ആ കുട്ടിയെ നമസ്കരിക്കാന്നേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാൻ. അതുകൊണ്ട് ഞാനിപ്പോൾ പ്രഭാഷണങ്ങളിലൊക്കെ ഈ ലൈൻ കൊട്ട് ചെയ്യാറുണ്ട്. എന്താണ് ഗുരുവായൂരനോട് ചോദിക്കേണ്ടത്, ഇത് ചോദിച്ചോളൂ, ഇതിനേക്കാൾ വലുതായിട്ടൊന്നും എന്തും ചോദിക്കാം. ഇത് ചോദിക്കുന്നത് ഭഗവാന് കുറച്ചുകൂടെ ഇഷ്ടമാണെന്നാണ്. അപ്പം വിഷുക്കാലത്തും കണി കാണുന്ന സമയത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുക, അടുത്തൊരു ജന്മം അവിടുത്തെ കാലിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു പൂവാൻ സാധിക്കണേ ഗുരുവായൂരപ്പ. ഓക്കെ.